പേപ്പർ കട്ടിങ് ആർട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ കട്ടിങ് ആർട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് പിങ്ക് കളറും ഒന്ന് വൈറ്റ് പേപ്പറും. ഒന്ന് A4 ഷീറ്റാണ് കേട്ടോ, മറ്റേത് കളർ പേപ്പറാണ്. അപ്പോൾ നമുക്ക് പേപ്പർ കട്ടിങ് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അപ്പം ഞാനിവിടെ ആദ്യം ഈ വൈറ്റ് പേപ്പറിൽ ഒരു ചെറിയ ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു പൂവിൻ്റെ ഡിസൈനാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അധികം ഡാർക്കായിട്ടൊന്നും വരച്ചു കൊടുക്കുന്നത്, ലൈറ്റായിട്ട് വരച്ചു കൊടുത്താൽ മതി. നമുക്കിത് മൊത്തമായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് മോഡലിലുള്ള പൂവാണോ വേണ്ടത് അതുപോലെ വരച്ചു കൊടുക്കാം. നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പേപ്പറിൻ്റെ ബാക്ക് സൈഡിലായിരിക്കാം കേട്ടോ വരയ്ക്കേണ്ടത്. അതായത് ഫ്രണ്ട് ഭാഗത്ത് വരച്ചാൽ അത് നമ്മൾ കട്ട് ചെയ്ത് പൂവ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ പെൻസിലിൻ്റെ ഒരു അടയാളം കാണുമല്ലോ, അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് സൈഡിൽ വരയ്ക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ മൊത്തമായിട്ട് വരച്ചെടുക്കാം. അപ്പം നമ്മൾ 2 പൂവും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റി. ഈ ഒരു ഡിസൈനാണ് ഞാനിവിടെ കൊടുത്തത്. ഇനി ഞാനിവിടെ ഇതൊന്ന് ഈ പൂവിൻ്റെ നമ്മൾ വരച്ച ഭാഗമായിട്ട് മൊത്തമായിട്ട് വെട്ടിയെടുക്കുന്നില്ല, നമ്മുടെ ഈ ഇതളിൻ്റെ ആ ഷേപ്പിലൊന്ന് വെട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെ പൊന്നി നിൽക്കുന്ന രീതിയിലായിട്ട് വേണം നമുക്ക് കിട്ടാൻ കേട്ടോ. അതാ ഇതുപോലെ. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് പേപ്പർ കട്ടിങ് ചെയ്യുന്നത്. നിങ്ങളുടെ പേപ്പർ കട്ടിങ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ബ്ലേഡോ അല്ലെങ്കിൽ ചെറിയ കത്തി ഉണ്ടാവുമല്ലോ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പൂവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മറ്റേ പൂവും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഇതാ 2 പൂവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെ ഒന്ന് എല്ലാ ഇതളും നമ്മൾ കട്ട് ചെയ്ത ഇതളെല്ലാം പൊന്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പിങ്ക് പേപ്പറിൻ്റെ മുകളിലായിട്ട് വൈറ്റ് പേപ്പർ വെച്ചു. അപ്പോൾ അതാ നമുക്ക് ഇടയിലൂടെ ആ പിങ്ക് കളർ കാണാൻ പറ്റും. അപ്പോൾ ഒരു 3D ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പേപ്പർ കട്ടിങ് ആർട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.